സാൻ ഫ്രാൻസിസ്കോയിൽ സാൻ ഫ്രാൻസിസ്കോയിലെത്തി. ഇവിടെ നിന്ന് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ കുറേ നടക്കാനുണ്ട്. ടെർമിനൽ മാറ്റമാണ്. ഒരു ശകലം കൊടുക്കും എത്ര നന്നാലും തീരുന്നില്ല. സ്ട്രക്ചർ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് അവർ ഫ്രണ്ടിലായി ഞാൻ ഓടട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്നു. എയർ ഇന്ത്യ ഐസി ഇതിനകത്താണ് ഇനി കയറാൻ പാടില്ല. എൻ്റെ അങ്ങോട്ടും തീട്ട് കിടക്കുക കേട്ടോ. ലിഫ്റ്റിലോട്ട് കയറി ഞങ്ങൾ താഴെ വന്നു. ഇനിയിപ്പോൾ ഗേറ്റ് എത്തി. ഇതാണ് ഗേറ്റ്. ഞങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറി. ഇതാ ഡൽഹിക്കാണ്. ഒറ്റ ലെഗാണ് പോകുന്നത്. 14 hours ഫ്ലൈറ്റ്. സാൻ ഫ്രാൻസിസ്കോ ബൈ ബൈ. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് ബൈ ബൈ. യെസ്, ഇനി ഡൽഹി ചെന്നിട്ട് കാണാം കേട്ടോ. വലിയ ഫ്ലൈറ്റ് കേട്ടോ, വലിയ ഫ്ലൈറ്റ്. ചുമ്മാ ഒന്നിങ്ങനെ കാണാം. ഓരോരുത്തർ നാട്ടിൽ പോകാനുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നിറഞ്ഞു തുടങ്ങിയില്ല. നമ്മളെ വേഗം കയറ്റിയതാണ്. ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ പുറപ്പെട്ടു. പിന്നെ സുഖമായിട്ട് ഇറങ്ങുവാണേ. കൗണ്ടറിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഒക്കെ ഇന്ത്യൻസാണ്. ഈവൻ ഈ ഫ്ലൈറ്റിനകത്ത് ക്രൂ ഒക്കെ ഇന്ത്യൻസാണ്. അപ്പോൾ സംഗതി നമ്മൾ അമേരിക്കയിൽ വന്നെങ്കിലും ഇന്ത്യൻസിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം അറിയാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഒരു അവസരത്തിലൊക്കെ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഡൽഹി ചെന്നിട്ട് കാണാം. രാത്രി ആയതുകൊണ്ട് നമുക്ക് ആകാശമൊന്നും എടുക്കാൻ വയ്യ. ഇരുട്ടിലൂടെ കാഴ്ചയാണ്. ഇത്രയും ഇരുട്ടത്തും ഉള്ളൊരു വ്യത്യാസം കാണാൻ വയ്യ എന്നുള്ളത്. ഈശ്വര, ഇനി ഞങ്ങൾ ഡൽഹിക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് 4.5 മണിക്കൂറായി ഞങ്ങൾ ഇതിൽ കയറിയിരിക്കുന്നു. ലാൻഡ് ചെയ്യാറായി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അതിനാ ലൈറ്റൊക്കെ ഇട്ടത്. നല്ല ഇരുട്ടാ പുറത്ത്. ഡൽഹിയിലാണ്. ഓക്കെ, ഭഗവാനെ നാരായണ, നമ്മുടെ രാജ്യത്തെത്തി, ഭാരതത്തിലെത്തി. ടെർമിനൽ 3 ഒന്ന് വളഞ്ഞു കയറാനുള്ള ശ്രമമായി. എല്ലാവരുടെ സന്തോഷത്തിൽ പാത്രങ്ങളും അല്ല ബാഗുകളൊക്കെ എടുക്കുക. ഇതാ ഞങ്ങൾ ഡൽഹി ഇതിലെത്തി. വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്കും തന്നിരിക്കുക വീൽ ചെയർ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക.